ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു 12 വയസ്സുള്ള കുട്ടിയുടെ പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സ്കർട്ടും ബ്ലൗസും. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നമ്മൾ നിവർത്തിയിട്ടിട്ട് ക്യാൻവാസിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ കളയുന്ന ഭാഗം, ആ ഭാഗം നേരെ തുണിയിലേക്ക് വരച്ചിട്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് അത് തിരിച്ച് വീണ്ടും നമ്മൾ തുണിയിലേക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരെ തുണിയിലേക്ക് ഇങ്ങനെ വരയ്ക്കണം. കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ സമയം ലാഭിക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അരി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രെയിമിൽ നിന്ന് ഊരുമ്പോൾ ആ നെക്കൊക്കെ ലൂസായിട്ടിരിക്കും. ഇനി ആ വരച്ച വരയിലൂടെ തന്നെ നമ്മൾ സെറി ത്രെഡ് വെച്ചിട്ട് ഒരു 3 ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഷുഗർ ബീഡിൻ്റെ 2 ലെയറും ഷുഗർ ബീഡും ഗോൾഡ് ബീഡും കൂടെ ഒരു ലെയറും പിന്നെ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് അതിന് ചുറ്റും ഷുഗർ ബീഡ് വെച്ചിട്ട് വീണ്ടും തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്കേർട്ട് നമ്മൾ സാധാരണ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള ഒരു പട്ടുപാവാട തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇനി നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ ഈ സെയിം നമ്മുടെ മെഷർമെൻറ്റ് എന്താണോ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് ചുറ്റും നെക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നെക്ക് ഇതുപോലെ നമ്മളൊരു ലൈനിങ് മെറ്റീരിയൽ, ഇതിൽ ലൈനിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ വെച്ചിട്ട് ക്യാൻവാസ് വെച്ചിട്ട് സൈഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഷോൾഡറിനോട് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നും പോകുന്നില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് ആരി വർക്ക് ചെയ്ത ഒരു നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് വെച്ചിട്ട് നമ്മൾ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് അടിക്കുമല്ലോ, വെട്ടിയെടുക്കുമല്ലോ. അപ്പോൾ മെയിൻ മെറ്റീരിയൽ കുറച്ചും കൂടെ, അതായത് കുറച്ച് സൈഡ് കൂടുതലിട്ടിട്ട് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ആ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അഴിച്ച് കഴിഞ്ഞാൽ രണ്ടും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടിക്കാൻ തികയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ചിലപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അത് വലിയ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ കുറച്ചും കൂടി കൂടുതലിട്ടിട്ട് ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്തതിന് ശേഷം അടിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് തോന്നി നമ്മൾ വെട്ടി കളയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് ബിഗിനേഴ്സിന് അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അത് ആദ്യമേ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ചും കൂടി നല്ലത് ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് നെക്കിൽ ക്യാൻവാസ് ഒട്ടിച്ച് ആ സൈഡ് തുന്നി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല വശം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് അടിച്ച് വരുമ്പോൾ ക്യാൻവാസിൻ്റെ മറുഭാഗം കുറച്ചും കൂടെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവും. പ്രത്യേകിച്ചും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്യാൻവാസ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ ഭാഗം അടിച്ച് വരുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബീഡിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചിലപ്പോൾ സൂചി വീഴാനുള്ള ചാൻസ് ഉള്ളു. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒട്ടും അനങ്ങാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ക്യാൻവാസിനോട് ചേർന്ന് തന്നെ
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നെക്കിന് വീതി കുറവായി പോവും. നമ്മൾ കുറച്ചും കൂടെ ഉൾഭാഗത്തോട് നീക്കി വരുമ്പോൾ വീതി നമ്മളെടുത്ത വീതിക്കായിരിക്കില്ല വെട്ടി കളഞ്ഞിട്ട് വരുമ്പോൾ വരാം. അപ്പോൾ അത് കാരണം കൊണ്ട് ക്യാൻവാസിനോട് വളരെ ചേർന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. വീഡിയോ ഞാനൊരു നോർമൽ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സ്പീഡ് കൂട്ടിയിട്ടില്ല. കാരണം ഈ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്പീഡിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഒന്നും അല്ലെങ്കിൽ ബീഡ്സിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഈ സൂചി കയറി പോകാനുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ലോവിൽ തന്നെയാണ് കാണിക്കുന്നത്, സ്പീഡ് കൂട്ടിയിട്ടില്ല. ഈ ഒരു സ്പീഡിൽ തന്നെയാണ് ഞാൻ ആ ഒരു നെക്ക് ഭാഗം അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉൾഭാഗം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വീതിയിൽ നിർത്തിയിട്ട് ബാക്കി ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു ഭാഗം ബീഡ്സുമ്മ തട്ടാതെ ആ ക്യാൻവാസുമ്മൽ മാത്രം പതിച്ചടിക്കുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് തിരിച്ചു വയ്ക്കുക. നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ നെക്ക് വരുന്നത്. അയൺ ചെയ്തിട്ടില്ല, ഇനി അയൺ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിൽ നമ്മളൊരു സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്കേർട്ടാണ്. അപ്പോൾ സ്കേർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.